ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പാട്ട് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിയൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായി. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊഴിച്ച് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല വെട്ടി തിളയ്ക്കണ വെള്ളം വെച്ചിട്ട് വേണം കേട്ടോ ഇടിയപ്പം കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇടിയപ്പം ശരിയാവില്ല. അപ്പോൾ അത് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ചൂടാട്ടോ. ഇതിപ്പോൾ ഞായറാഴ്ചത്തെയാണ് കാണിക്കണത്. രാവിലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെ വിയർത്തൊലിച്ചാണ് വന്നത്, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഈ ചൂടിങ്ങനെ കൂടുമ്പോഴത്തേനും മഴക്കാറും ഉണ്ട്, പക്ഷേ ആ മഴക്കാറും ചൂടും എല്ലാം കൂടി ആയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. അപ്പോൾ അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ ഒരെണ്ണം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇടിയപ്പത്തിലേക്കും തേങ്ങ വേണം. പിന്നെ ഇതിന് ഞാൻ കറി വേറെ ഉണ്ടാക്കണില്ല, തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രണ്ടിനും കൂടി തേങ്ങ ചിരകിയെടുത്തതാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ ചൂടത്ത് ഇനി മസാലയൊക്കെ വെച്ചിട്ട് കറികളും കൂടി ആകുമ്പോഴത്തേനും നമ്മുടെ വയറിനൊരു ഭയങ്കര അസ്വസ്ഥത എടുക്കണ്ട. എന്തായാലും ഉച്ചയ്ക്ക് വേറെ കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങാപ്പാലാക്കിയതാട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇടിയപ്പവും തേങ്ങാപ്പാലും കഴിക്കാനും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാവും. പണ്ടൊക്കെ എപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇടിയപ്പവും തേങ്ങാപ്പാലും ഒക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയൊന്നും കഴിക്കാറേ ഇല്ല. അപ്പോൾ ഇന്ന് പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേങ്ങാപ്പാൽ തേങ്ങ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് പാലെടുക്കണത്. പക്ഷേ തേങ്ങ അതേപോലെ തന്നെ ചിരകിയിട്ട് പിഴിഞ്ഞെടുക്കണ പാലുണ്ടല്ലോ, ഒട്ടും വെള്ളം ചേർക്കാതെ തേങ്ങയിൽ നിന്ന് മാത്രം കിട്ടണ ആ പാല്, അത് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ചൂടുകുരു വരില്ലേ, നല്ല ചൂട് സമയത്ത് മേല് മുഴുവൻ ചൂടുകുരു ആയിരിക്കും, മുതിർന്നവർക്കും ഉണ്ടാവും. അങ്ങനെ ഈ ചൂടുകുരുവിന് ഇത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ തേങ്ങ പിഴിഞ്ഞ് കിട്ടണ പാല് ദേഹം മുഴുവൻ കുട്ടികളെ തേപ്പിച്ച് ഒരു 10-20 മിനിറ്റൊക്കെ അങ്ങനെ നിർത്തിയിട്ട് അവരെ കുളിപ്പിച്ചെടുക്കണം. പിന്നെ സോപ്പൊന്നും ഇടണ്ട, സോപ്പ് ഇടാതെ തന്നെ കുളിപ്പിച്ചെടുക്കാം. ഈ തേങ്ങയിൽ നിന്ന് തന്നെ ഒരു വെളിച്ചെണ്ണമയമൊക്കെ ഉണ്ടാവും കുട്ടികളുടെ ശരീരത്തിലേക്ക്. അപ്പോൾ അഴുക്കും പൊക്കോളും. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ തേച്ച് കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചൂടുകുരുവിന് നല്ല കുറവ് കിട്ടും കേട്ടോ. അടുപ്പിച്ച് ചെയ്യണം, അങ്ങനെ പണ്ടുള്ളവർ പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ തേങ്ങ പിഴിഞ്ഞിനി പാലെടുക്കാനായിട്ട് പോവാണ്. ഇടിയപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അരിപ്പ പാത്രത്തിലേക്ക് ചാടിപ്പോയിട്ട്, ഈ അരിപ്പയ്ക്ക് എപ്പോഴും അതിന് ഗ്രിപ്പില്ല. ഞാൻ എപ്പോൾ ഇതും കൊണ്ട് അരിക്കാൻ പോയാലും അത് എന്തായിരിക്കണം ആ പാത്രത്തിലേക്ക് ചാടിപ്പോവാറാണ്. പിന്നെ ഞാനത് കൈ കൊണ്ട് തന്നെ പിടിച്ചെടുത്തിട്ട് ചെയ്തു. ഞാൻ ആദ്യം ക്യാമറ കയ്യിലിരുന്നുകൊണ്ട് എനിക്കത് പിടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഒരുപാട് വെള്ളം ചേർത്ത് പിഴിയണ്ട, കുറച്ചൊരു കുറുകിയ പാകത്തിന് വേണം തേങ്ങാപ്പാലെടുക്കാൻ. അങ്ങനെ ഇടിയപ്പവും തേങ്ങാപ്പാലൊക്കെ റെഡിയായി. അതിൽ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. മുതിർന്നവർക്ക് ഇപ്പോൾ പഞ്ചസാര കഴിക്കാൻ പാടില്ല, ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പഞ്ചസാര ഇല്ലാതെ ഈ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് കഴിക്കുക കേട്ടോ. കുട്ടികൾക്കായതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത്, അവർക്ക് നല്ല ഇഷ്ടമാവുമല്ലോ നല്ല മധുരത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇടിയപ്പം സെർവ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ കുളിപ്പിച്ചെടുക്കാൻ പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് പാലൊന്നും ഒഴിച്ചിട്ട് കഴിക്കരുത്, നന്നായിട്ട് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. കുട്ടികളാണെങ്കിലും നല്ല വിയർത്ത് കളിക്കുകയാണ് അവർ, പക്ഷേ നല്ല ചൂട് തന്നെ ഇരുന്നാണ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബ്രദറിൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് അവർ പോകും തിരിച്ച്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട് ഇന്നിവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായി. അത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചിട്ടുണ്ടായി. ഇത് ഉച്ച സമയത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഫ്രിഡ്ജിലിരുന്നതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടേക്കാണ്. പിന്നെ ഞാനിന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതും ഇവിടെ പകുതി റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ റെഡിയായി, ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്, പിന്നെ ഫ്രൈയും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സലാഡ് പോലെ കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്കൊക്കെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു കേട്ടോ.
ഇതിപ്പോൾ കാണിക്കണത് തിങ്കളാഴ്ചയായിട്ട്. അപ്പോൾ ഞാൻ ടെറസിന് മുകളിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റ്, ഭയങ്കര കാറ്റ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടോ മഴ പെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പിന്നെ ഞാൻ നനയ്ക്കാനൊന്നും നിന്നില്ല, വേഗം താഴേക്ക് ഇറങ്ങിപ്പോന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് അസഹ്യമായിട്ടുള്ള ചൂടായിരുന്നു. അത് ഈ മഴയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത്ര ശക്തിയായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല കേട്ടോ. അപ്പോൾ ഈ ചൂടിന് അനുസരിച്ചിട്ടുള്ള മഴ കിട്ടിയിട്ടില്ല, ചെറിയൊരു മഴയാണ് പെയ്തത്. എന്നാലും മഴ കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ പിന്നെ ഫോൺ എടുത്തിട്ട് 4 പാടും നടന്നിട്ട് മഴ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വലിയ നമുക്ക് ശരീരത്തിനുണ്ടായ ഒരു അസ്വസ്ഥതയ്ക്കൊക്കെ ഒരു കുറവ് കിട്ടിയിട്ട് ഈ മഴ ഒന്ന് പെയ്തപ്പോൾ. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അങ്ങനെ നിന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.